ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിൽ വെള്ളപ്പൊക്ക മേഖലകളിൽ നിന്നും വെള്ളമിറങ്ങി തുടങ്ങി. മീനച്ചിലാറും തീരത്തുള്ള പാടശേഖരവും കരകവിഞ്ഞൊഴുകി നഗരസഭയിലെ വിവിധ മേഖലകളിൽ വീടുകളിലും റോഡിലുമെല്ലാം വെള്ളം നിറഞ്ഞിരുന്നു. ഏറ്റുമാനൂർ നഗരസഭയിൽ വെള്ളപ്പൊക്ക ഭീഷണി നേരിട്ടതോടെ 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. വീടുകളിൽ നിന്നും വെള്ളമിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നഗരസഭാ പരിധിയിലെ വാർഡുകളിൽ കിഴക്കൻ വെള്ളം ഒഴുകി മീനച്ചിലാർ കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. അരയോളം പൊക്കത്തിലാണ് പ്രദേശത്ത് വെള്ളമുയർന്നത്. വെള്ളം ഇറങ്ങാൻ ഭയങ്കര പാടാണ് ഇപ്പോൾ ഇറങ്ങി വരാൻ. അങ്ങോട്ടൊക്കെ ഒത്തിരി കുടുംബം ഉണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ക്യാമ്പുകളിലൊക്കെ മാറിയാന്നല്ലോ. കുറേ പേര് ഒത്തിരി പേര് മാറി. അപ്പോൾ തന്നെ താഴോട്ടുള്ളവരെല്ലാം പോയി അന്നാമലയിലൊക്കെ പോയി താമസിക്കും. പുളിമൂട്, പായിക്കാട്, പൂവത്തുമൂട്, കിണറ്റുമൂട് തുടങ്ങിയ പ്രദേശത്ത് ഒട്ടനവധി വീടുകളിൽ വെള്ളം കയറി. റോഡിലും വെള്ളമുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വെള്ളം കുറച്ച് പയ്യെ ഇറങ്ങുന്നത്, പെട്ടെന്ന് ഇറങ്ങുമൊന്നുമില്ല. ഈ ഘട്ടത്തിലെ വെള്ളം പറമ്പിലെ വെള്ളം എല്ലാം ഇരിക്കണം. എല്ലാ വീടുകളിലും വെള്ളം കയറിയാണ്. എല്ലാ വീടുകളിലും വെള്ളം കയറി. അതുപോലെ തന്നെ ജാതി, തെങ്ങ്, ചെറുതൈകളെല്ലാം വെച്ചാൽ എല്ലാം ചെരിഞ്ഞ് മറിഞ്ഞൊക്കെ പോയി. ഞങ്ങളുടെ തേങ്ങ വരെ ഒഴുകി പോയി. വീടുകൾക്ക് എന്തെങ്കിലും നാശം? വീടുകൾക്ക് ഇപ്പം വെള്ളം ഇറങ്ങിയാലേ അറിയാൻ പറ്റുള്ളൂ ആർക്കൊക്കെ നാശം ഉണ്ടെന്ന്. മിക്ക എല്ലാം അങ്ങോട്ട് വെള്ളം കയറാത്ത വീടുകളില്ലല്ലോ. മിക്ക വീട്ടിലും വെള്ളം. വീട് ക്ലീനാക്കാൻ കയറി ചെല്ലുമ്പോൾ അറിയാം. കറ്റോട് കമ്പനിക്കടവ് ഭാഗത്തും വീടുകളിലും റോഡിലും വെള്ളം കയറി. വെള്ളം ഇറങ്ങി തുടങ്ങിയതോടെ ഓരോ കുടുംബങ്ങളും ആശ്വാസത്തിലാണ്. എന്നാൽ പ്രദേശത്ത് കൃഷിയടക്കം നശിച്ചു. പൂർണ്ണമായും വെള്ളമിറങ്ങിയാൽ മാത്രമേ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ സാധിക്കൂ. വെള്ളം കയറി 4 ദിവസമായിട്ട് ഇറങ്ങി ഇറക്കിയിട്ട് തേച്ച് കഴുകി. വീട്ടിൽ വെള്ളം കയറിയായിരുന്നോ? എല്ലാവരും ഞങ്ങളുടെ 8 കുടുംബം 24 കുടുംബക്കാരുടെ വീട്ടിൽ കയറി. ക്യാമ്പുകളൊക്കെ മാറിയോ? ക്യാമ്പിൽ പോയില്ല. ഒരു വിധത്തിൽ കിടന്ന് ആയിരിക്കാം പോകാനുള്ള മാർഗ്ഗമില്ല. കട്ടിലും പൊക്കി എല്ലാം കിടന്ന്. നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. എനിക്ക് ഒത്തിരി പയറുണ്ട് പോയി. വലിയ പയർ എമ്പോഴും പയറുണ്ട് പോയി എടുത്തോണ്ടിരുന്നതാണ്. ഏറ്റുമാനൂർ മണർകാട് ബൈപ്പാസ് റോഡിൽ പുളിമൂട് ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ചെറിയ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ചെറുവണ്ടൂരിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റോഡ് അടച്ചിരിക്കുകയാണ്. കണ്ണമ്പുര കണ്ടഞ്ചിറ റോഡും വെള്ളം കയറിയതിനെ തുടർന്ന് ബ്ലോക്ക് ചെയ്തിരുന്നു. ഏറ്റുമാനൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ തെള്ളകം ഹോളി ക്രോസ് സ്കൂൾ, ചെറുവണ്ടൂർ സെന്റ് സെബാസ്റ്റ്യൻസ് സ്കൂൾ, മാടപ്പാട് ശിശുവിഹാർ, പുന്നത്തുറ ഗവൺമെന്റ് UP സ്കൂൾ എന്നിവിടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചു വരികയാണ്. ക്യാമ്പിലെ അന്തേവാസികൾക്ക് വേണ്ടി ഭക്ഷണവും മെഡിക്കൽ സർവീസും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ആരോഗ്യ വകുപ്പിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ്. i4 ന്യൂസ്, ഏറ്റുമാനൂർ.